നമ്മൾ ഈ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമുക്കുള്ള സമ്പാദ്യം എന്താ, നമ്മുടെ അസറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരെ നമുക്ക് തൊടാൻ പറ്റുന്നുണ്ട്, കെട്ടിപ്പിടിക്കാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ ഉള്ളത് തന്നെയാണ്. അതിലും വലുതായിട്ട് നമ്മുടെ ഈ ലോകത്ത് ഒരു കാര്യമില്ല. നിങ്ങൾ കോടികൾ ഉണ്ടാക്കി വെച്ചു, ആ കോടികൾ പോലും ഒരു നിമിഷം കൊണ്ട് ഒരു അസുഖം നിങ്ങൾക്ക് അത് എടുത്തുകൊണ്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. നിങ്ങൾ എത്ര കോടീശ്വരനായാലും നാളെ അത് കുടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ നല്ലൊരു അസുഖം വരും. നിങ്ങൾക്കറിയാം എത്രയോ ക്യാൻസർ സെന്ററുകളിൽ എത്രയോ രോഗികൾ ഒരു ദിവസം നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്നു, ന്യൂ ഇയർ ആഘോഷിക്കുന്നു, വിഷു ആഘോഷിക്കുന്നു. ഈ സമയത്തൊക്കെ ഒരു ദിവസം ആഹാരം കഴിക്കാൻ ഒക്കാത്ത രീതിയിൽ RCCയിലും അതുപോലുള്ള ഓരോ ആശുപത്രികളിലും ഓരോ സിറ്റുവേഷനിൽ കഴിയുന്നു. നമ്മളൊക്കെ അതിനെന്ത് ബെറ്റർ ആയിട്ടാണ് നമുക്കൊരു അസുഖവും ഇല്ലാതെ നമ്മൾ ഇപ്പം ഈ സംസാരിക്കുക, അല്ലെങ്കിൽ എൻ്റെ കാര്യമാണെങ്കിലും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ കാര്യം നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത്. നമുക്കപ്പം ഏറ്റവും കൂടുതൽ നമ്മളോട് അടുത്ത് നിൽക്കുന്ന ആൾക്കാരെ, നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരെ തൊട്ടും നമ്മൾ കെട്ടിപ്പിടിച്ചും, അത് അച്ഛനായിക്കോട്ടെ, അമ്മയാവട്ടെ, സഹോദരി ആയിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അവരെയൊക്കെ തൊട്ടിരിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ നമ്മൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക എന്ന് ഉള്ളത് തന്നെയാണ് നമ്മുടെ ഈ ലോകത്തേക്ക് ഏറ്റവും വലിയ സിറ്റുവേഷൻ. അല്ലാതെ നിങ്ങൾ ഒരുപാട് പൈസ ഉണ്ടാക്കാൻ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി ഒരുപാട് ഉണ്ടാക്കി തിരിച്ചു വന്ന് ഒരു അസുഖമുള്ള സമയം അല്ലെങ്കിൽ ഒരു വാർദ്ധക്യ സമയത്ത് നിങ്ങൾ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാണ്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഉള്ള പൈസയും കൊണ്ട് അല്ലെങ്കിൽ ഉള്ള ജോലിയും കൊണ്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ നല്ല സന്തോഷമായിട്ട് നിങ്ങൾ ചെറിയ വീട്ടിൽ നിങ്ങൾ ഇവിടെ താമസം നോക്കി, അതിനും വലിയ ഈ ലോകത്തൊന്നുമില്ല. നിങ്ങൾ അല്ലെങ്കിൽ ഒരു ജന്മമൊന്നുമില്ല രണ്ടാമത് നിങ്ങൾ ഇത്രയും ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഉള്ള അച്ഛനും അമ്മയും അല്ലെങ്കിൽ മക്കളും ഒക്കെ ആയിട്ടുള്ള, അല്ലെങ്കിൽ സഹോദരി നിങ്ങളുടെ ഭാര്യയും ഒക്കെ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഒരു റീക്രിയേറ്റ് ചെയ്യാൻ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഇല്ല. അപ്പൊ നിങ്ങളുടെ ഓരോ നിമിഷവും നിങ്ങൾ തൊട്ടൊന്ന് ജീവിച്ചു നോക്കി, ഇതുപോലെ സന്തോഷം. നിങ്ങൾക്ക് വഴക്കിടാം, സന്തോഷിക്കാം, ചിരിക്കാം, കരയാം, എല്ലാം ചെയ്യാം, പക്ഷെ അതിനകത്തെല്ലാം ഒരു സന്തോഷം കാണും അവസാനം, അല്ലയോ? അപ്പോൾ നമുക്ക് എപ്പോഴും തൊട്ടിരിക്കാനുള്ള സന്ദർഭത്തിലെല്ലാം നമ്മൾ അവരെ എല്ലാം തൊട്ടിരിക്കാൻ നോക്കുക തന്നെയാണ് നമ്മുടെ ഈ ജീവിതത്തിലെ ഏറ്റവും നല്ല അസറ്റ്, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും നല്ല സമ്പാദ്യം എന്നൊക്കെ പറയുന്നത്, അല്ലയോ? ചിന്തിച്ചു നോക്കും.